ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലില്ലീസ് ഡേൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് മനോഹരമായ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കാണാൻ വളരെ മനോഹരമാണ്, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. ഇതിന് വേണ്ട ബേക്കിംഗ് ട്രേ ബട്ടർ പേപ്പർ ഇട്ട് റെഡിയാക്കി വെച്ച് നേരത്തെ തന്നെ അതെല്ലാം തയ്യാറാക്കി വെക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. 1 കപ്പ് മൈദ, ഇത് 250 ml ഒരു കപ്പാണ്. ഇതിലാണ് ഞാനിന്ന് അളവായിട്ട് എടുക്കുന്നത്. 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ്. ഇത് മൂന്നും ചേർത്ത് നന്നായിട്ട് 3 പ്രാവശ്യം അരിച്ചത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിൽ 1 സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ കേക്കിന് ആവശ്യമായിരിക്കുന്നത് 1/4 കപ്പ് പഞ്ചസാരയാണ്. ഇത് പൊടിച്ച് നമ്മൾ ഇത് മുട്ട അല്പം ബീറ്റ് ചെയ്ത് വരുമ്പോഴേക്കും കുറച്ചായിട്ട് ഇത് ചേർത്ത് കൊടുക്കും. നന്നായി ബീറ്റ് ചെയ്ത് വന്നതിന് ശേഷം 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇത് ചേർത്തൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസും കുറച്ചായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ സാവകാശം വേണം മിക്സ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഈ പൊങ്ങി വന്ന മുട്ടയെല്ലാം താഴ്ന്നു പോവും. അപ്പം കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല. വേറെ സാവകാശം വേണം പിന്നെ ഫോൾഡ് ചെയ്തെടുക്കാൻ. എല്ലാം ഫോൾഡ് ചെയ്തതിന് ശേഷം 2 സ്പൂൺ ചെറിയ ചൂടുള്ള പാൽ ഇത് ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് ഇളക്കി ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഈ ട്രേയിൽ ഒഴിച്ച് കഴിഞ്ഞ് നന്നായി ടാപ്പ് ചെയ്യണം. ഇതിൻ്റെ എയർ ബബിൾസ് എല്ലാം നന്നായിട്ട് കളയണം. എന്നെങ്കിൽ മാത്രമേ ഈ കേക്ക് നമുക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. എല്ലാ ഭാഗവും ഒരേപോലെ പൊങ്ങി വരുന്നെങ്കിൽ ഇങ്ങനെ നന്നായി ടാപ്പ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. 35 മിനിറ്റിനുള്ളിൽ ഇതിൽ കേക്ക് റെഡിയായി. ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ടേൺ ടേബിളിൻ്റെ പുറത്ത് ഒരു കേക്ക് ബോർഡ് വെച്ച് നമുക്ക് ഐസിങ് ആരംഭിക്കാം. അല്പം വിപ്പിംഗ് ക്രീം ഇതിട്ട് കൊടുക്കുകയാണ്. ഞാൻ വിപ്പിംഗ് ക്രീമും ഷുഗർ സിറപ്പും നേരത്തെ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ വെച്ചിട്ട് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാം. കേക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം, ഒരേ ലെവലിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഞാൻ വിപ്പിംഗ് ബാഗിലാണ് ഇന്ന് വിപ്പിംഗ് ക്രീം നിറച്ചിരിക്കുന്നത്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ അത് ചെയ്തെടുക്കാൻ പറ്റും. എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു പാലറ്റ് നൈഫ് ഉപയോഗിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണം. നമുക്കൊരു സാധാരണ കത്തി കൊണ്ടും ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ അല്പം വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. നേരത്തെ തന്നെ ഞാൻ കുറച്ച് വൈറ്റ് കോമ്പൗണ്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കാം. സെക്കൻഡ് ലെയർ വെക്കാം. അങ്ങനെ 3 ലെയറും വെച്ചിട്ട് നന്നായിട്ട് ഐസിങ് ചെയ്തെടുക്കാം. 3ാമത്തെ ലെയറിന് നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിക്കണം, കാരണം അത് ഏറ്റവും അടിയിലുള്ള ലെയറാണ് നമുക്ക് ഏറ്റവും മുകളിലായിട്ട് വെക്കുന്നത്. സൈഡിലെല്ലാം നമുക്ക് തേച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലാം ലെവലാക്കി ഒരുവിധം നല്ല ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിന് ആവശ്യമായിട്ട് എങ്ങനെയാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം. ഞാൻ സൈഡിലെല്ലാം
ചെറിയ ചെറിയ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് മുകളിലും സൈഡിലും വൈറ്റ് ചോക്ലേറ്റ് ഇങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ച് ലെയറായിട്ട് ഇട്ട് കൊടുക്കും. വൈറ്റ് ഫോറസ്റ്റ് കേക്കിന് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് കാണാൻ വളരെ മനോഹരമായിരിക്കും. സൈഡിലും ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം. അങ്ങനെ ഞാൻ മുഴുവനായിട്ട് ഡെക്കറേഷൻ ചെയ്തു. സൈഡിൽ ഫ്ലവർ വരച്ചു കൊടുത്തു. അടിയിൽ ബോർഡിൻ്റെ അവിടെയും ഫ്ലവർ വരച്ചു കൊടുത്തു. 5 ചെറി അതിൽ വെച്ചു. ഇപ്പം കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് 1 കിലോയുടെ കേക്കാണ്. ഇതിന് കടയിൽ 700 രൂപയാണ് വില. നമുക്ക് കുറഞ്ഞ ചിലവിൽ നമ്മുടെ വീട്ടിൽ ഇത് തയ്യാറാക്കാം. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.